എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ ദിവസമായിട്ട് പോസ്റ്റ് ചെയ്യാനിരുന്നതാണ്. നമ്മളുടെ വൈറ്റ് സോസ് പാസ്ത, യമ്മിലിഷ്യസ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ, ഈസി സിമ്പിൾ ദേശി സ്റ്റൈല് വൈറ്റ് സോസ് പാസ്ത എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പെന്നെ പാസ്ത. ഇത് പാസ്ത നമ്മളുടെ മാക്രോണി ടൈപ്പിൽ വളഞ്ഞിരിക്കുന്ന അങ്ങനെയൊക്കെയുള്ള അതൊക്കെ കിട്ടും. പക്ഷേ ഇത് ഈ സിലിണ്ട്രിക്കൽ ടൈപ്പിലുള്ള പാസ്ത എടുക്കുന്നതാണ് എപ്പോഴും നമുക്കൊരു കാണാനൊരു ഭംഗി കേട്ടോ. പിന്നെ കഴിക്കാനെല്ലാം ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ്, നമുക്ക് ഈ പാസ്തയൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. പാസ്ത ബോയിൽ ചെയ്യാനായിട്ട് ഞാനിവിടെ വെള്ളം തിളപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കുക. അതിലോട്ട് ഒരല്പം സോൾട്ട് ഇട്ട് കൊടുക്കുക. ഒരു അര സ്പൂണോ കാണും മതി, ഒരുപാട് വേണ്ട. ഞാൻ കുറച്ച് പാസ്തയെ ഉണ്ടാക്കുന്നുള്ളൂ, ഒരുപാട് ഉണ്ടാക്കുന്നില്ല ക്വാണ്ടിറ്റിയിൽ. നമുക്ക് ഈ പാസ്ത ഇതിലോട്ടിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1 കപ്പ് പാസ്തയാണ്. ഇതിനകത്തോട്ട് ഒരു 1 സ്പൂൺ ഓയിൽ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതായത് ഇത് വെന്ത് വരുമ്പം സ്റ്റിക്ക് ആവാതിരിക്കാൻ വേണ്ടിയാണ്. ഇത് ഒരു 10 മിനിറ്റ് ബോയിൽ ചെയ്യുക. ഒരു 10 മിനിറ്റ് ആയി, ഓവറായിട്ട് വെന്ത് പോകരുത്. ഒരു പീസ് ഒന്ന് എടുക്കുക, ഒന്ന് മുറിച്ച് നോക്കുമ്പോൾ ഇതിനകത്തൊരു വൈറ്റ് ലെയർ കാണാൻ പറ്റും. ഇത് വെന്തിട്ടുണ്ടാവും, പക്ഷേ ഓവറായിട്ട് വെന്തിട്ടുണ്ടാവില്ല. ഇത് കറക്റ്റ് വെന്തു, ഓവറായിട്ട് വെന്തിട്ടില്ല. കണ്ടോ? വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയാം. അപ്പം ഇതുപോലെ ഒരു ജാലി പാത്രത്തിലോട്ടങ്ങാനും മാറ്റിയാൽ മതി. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, ഒരു ഫ്രൈയിങ് പാന്. 1 സ്പൂൺ എണ്ണ അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. പാൻ ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം അല്പം കുറയ്ക്കുക. ജസ്റ്റ് 1 സ്പൂൺ എണ്ണ, ഒരല്പം ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരല്പം സവാള, ഒരു കുഞ്ഞു പീസ് സവാള ചെറുതായിട്ടൊന്ന് ക്യൂബ്സ് ആക്കി എടുത്തത്. നമ്മൾക്ക് പാസ്തയിൽ ആഡ് ചെയ്യാൻ ഒരുപാട് വെജിറ്റബിൾസിന്റെ ആവശ്യമില്ല. പാസ്തയിൽ ഒത്തിരി വെജിറ്റബിൾസ് ആഡ് ചെയ്യാതിരിക്കുക. ഇതൊന്ന് ഒരുവിധം ഒന്ന് ക്രഞ്ചി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഓവർ ഫ്രൈ ആയി പോകരുത് കേട്ടോ. ഒത്തിരി ബ്രൗൺ കളർ ആക്കരുത്. ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പാസ്തയിൽ വെജിറ്റബിൾ ആഡ് ചെയ്യാതെയും ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരല്പം ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ക്യാപ്സിക്കം ഇട്ടില്ല, കാരണം ക്യാപ്സിക്കം ഇടുമ്പോൾ ക്യാപ്സിക്കത്തിൻ്റെ സ്മെല്ല് എടുത്തറിയും. ഒരല്പം ഉപ്പിട്ട് കൊടുക്കുക. ഒരു നുള്ള് ബ്ലാക്ക് പെപ്പർ ആഡ് ചെയ്യുക. ഒന്ന് മിക്സ് ചെയ്യുക. സവാളയും ക്യാരറ്റും ഒന്ന് നന്നായി വഴണ്ടിട്ടുണ്ട്. ഇത് കൂടുതൽ ഇനി വഴട്ടുന്നില്ല, ജസ്റ്റ് ഒരു 2 മിനിറ്റ് വഴറ്റിയാൽ മതി. ഓക്കെ, ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരല്പം ബട്ടർ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തു. ഈ ബട്ടർ നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാനായിട്ടാണ് ഇട്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇടുകയാണെങ്കിൽ നമ്മൾ അതിന് 1 ടേബിൾ സ്പൂൺ മൈദ ഇടുന്നത്. 2 ടേബിൾ സ്പൂൺ ബട്ടർ ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ മൈദ ഇടണം. അപ്പോൾ ആ ഒരു റേഷ്യോ. ബട്ടർ ചൂടായി അതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക. ബ്രൗൺ ആകരുത്, ജസ്റ്റ് ഒരു ലൈറ്റ് യെല്ലോയിഷ് കളർ വരുന്നത് വേണം നമുക്കതൊന്ന് വറുത്തെടുക്കാൻ. ഒരുപാട് അങ്ങ് വറക്കരുത്. കെട്ടാതെ ഒന്ന് വറുത്തെടുക്കുക. ഫ്ലെയിം അല്പം കുറച്ച് വെക്കുക. ഒരുപാട് ലോയും ആക്കണ്ട, ഒന്ന് ഫ്ലെയിം ഹൈയും ആക്കണ്ട. ഇതൊന്ന് വറുത്തെടുക്കണം. ഒരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് മൈദയുടെ. നമുക്കിനി ഇതിനകത്തോട്ട് 1 കപ്പ് പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിതൊന്ന് മിക്സ് ചെയ്യുക. പെട്ടെന്ന് തന്നെ കട്ടി പിടിക്കരുത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ബാക്കി പാൽ കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇത് ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് ലംസ് ഒന്നുമില്ലാതെ ഇത് നല്ലൊരു ക്രീം പരുവത്തിലാക്കി എടുക്കണം. കംപ്ലീറ്റ് ലംസും ഇതിൽ നിന്ന് കളഞ്ഞ് എടുക്കുക. ലംസ് അപ്പോൾ നമ്മളുടെ
വൈറ്റ് സോസ് ഇവിടെ നല്ല ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് തിരിച്ചു നോക്കിയാൽ മതി, ജസ്റ്റ് ലൈക്ക് ദിസ്, ഇങ്ങനെ ആയിരിക്കണം. ഓക്കെ, സ്പൂണിൽ പിടിക്കത്തക്കണം. നമുക്കിതിലോട്ട് ഞാൻ ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിലോട്ട് നമുക്ക് ഒരൽപ്പം ബ്ലാക്ക് പെപ്പർ പൗഡർ, ഒരു 1/2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ക്രഷ്ഡ് റെഡ് ചില്ലി, ഒരൽപ്പം ഒറേഗാനോ. ഒറേഗാനോ ഇല്ല എന്നുണ്ടെങ്കിൽ മിക്സ്ഡ് സ്പൈസസും യൂസ് ചെയ്യാം. ആ ഒരു ഒറിജിനൽ പാസ്തയുടെ ആ ഒരു മണവും ടേസ്റ്റും കിട്ടണമെങ്കിൽ അത് കിട്ടണം. കണ്ടില്ലേ, നല്ല ക്രീമി തിക്ക് വൈറ്റ് സോസ് നമ്മളുടെ റെഡി ആയിട്ടുണ്ട്. വാ, കണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അതിരിക്കാൻ. ഫ്ലെയിം വളരെ കുറച്ച് വെക്കുക. വെജിറ്റബിൾ ഫ്രൈ ചെയ്ത് അങ്ങ് ഇട്ടു. മിക്സ് ചെയ്യുക. ഒരുപാട് അങ്ങ് സോസ് കട്ടിയായി പോകരുത്, അല്ലെങ്കിൽ പാസ്ത കട്ടിയായി പോകും. നമ്മളുടെ പാസ്ത നമ്മൾ ഇട്ട് കൊടുക്കുക. മിക്സ് ചെയ്യുക. ക്രീമി സോസി വൈറ്റ് സോസ് പാസ്ത ഈസ് റെഡി. ഇറ്റ്സ് ലുക്കിംഗ് സോ യമ്മി, സ്മെൽ ഈസ് ടു ഗുഡ്. നല്ല സ്മെല്ലുണ്ട്. ഇത് നമുക്ക് 2 മിനിറ്റ് വേണമെങ്കിൽ അടച്ചു വെക്കാം. അഥവാ നിങ്ങൾക്ക് ഇത് കട്ടിയാകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരല്പം വെള്ളം ഒന്ന് നമുക്ക് തളിച്ചു കൊടുക്കുക. ഈ വെള്ളം പാസ്ത നമ്മൾ ബോയിൽ ചെയ്ത വെള്ളം തന്നെയാണ് കേട്ടോ. പാസ്ത ബോയിൽ ചെയ്ത വെള്ളമാണ്. ഒരല്പം വെള്ളം ഒന്ന് പാസ്ത ബോയിൽ ചെയ്ത വെള്ളമാണ് യൂസ് ചെയ്യാൻ കുറച്ചുകൂടെ നല്ലത്. കാരണം ആ പാസ്തയുടെ ഒരു മണം കാണുമല്ലോ. കുറച്ച് ക്രീമി സോസിയായിട്ട് ഇരിക്കണം. ഒരു 2 മിനിറ്റ് ക്ലോസ് ചെയ്യുക, ലോ ഫ്ലെയിമിൽ. നമ്മളുടെ ക്രീമി സോസി പാസ്ത റെഡി ആയിട്ടുണ്ട്. കണ്ട, എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ വൈറ്റ് സോസ് പാസ്ത വെരി ഈസി ആൻഡ് ഹെൽത്തി ഇഷ്ടമായി എന്ന് കരുതുന്നു. വളരെ ഈസിയാണ്, നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പാസ്ത വീട്ടിലുണ്ടാക്കിയെടുക്കാം. Hey friends, hope everyone likes today's very tasty and yummy-licious white sauce pasta. നമുക്കല്പം ഗാർണിഷ് ചെയ്യാനായിട്ട് ഒരല്പം ഒരേഗാനോ സ്പ്രെഡ് ചെയ്യുക. അതിൻ്റെ പുറത്ത് ഒരല്പം ലിറ്റിൽ വിറ്റ്. ഓക്കെ, ഒരേഗാനോ, റെഡ് ചില്ലി ഫ്ലേക്സ്, ഒരല്പം മൊസറെല്ല ചീസ്. ഓപ്ഷണലാണ്, നമുക്ക് ആഡ് ചെയ്യണം, നിർബന്ധമേ ഇല്ല കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള എന്നാണ് പാസ്ത. അപ്പം വൺസ് ഇൻ എ വീക്ക് അല്ലെങ്കിൽ വൺസ് ഇൻ എ വൈൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട്സ് ആവശ്യമാണ്. വീഡിയോസ് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ വ്യൂസും സബ്സ്ക്രിപ്ഷൻസുമാണ് ആവശ്യം. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബെല്ലൈക്കൺ കൂടി വരും. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഹേ ഫ്രണ്ട്സ്, ഇഫ് യു ഹാവൻറ്റ് സബ്സ്ക്രൈബ്ഡ് യെറ്റ്, പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. Please don't forget to press the bell icon to get the notifications. Thank you. Eat healthy, stay healthy.